ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതലുള്ള തിരുവചന ഭാഗം നമുക്കൊക്കെ ഏറെ സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ്. ബാലനായ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്ന പരിശുദ്ധ അമ്മയും വിശുദ്ധ യേശുപിതാവും. ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിൽ പോയിരുന്ന അവർ തങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ്. ബന്ധുമിത്രാദികളുടെ ഇടയിൽ അന്വേഷിച്ചിട്ട് അവനെ കാണാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ അവനെ തേടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ ദേവാലയത്തിൽ അവർ കണ്ടെത്തുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ടവനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഏറെ ശ്രദ്ധേയമായ പരാമർശങ്ങളാണ് ഈ തിരുവചന ഭാഗം നമ്മുടെ മുമ്പിൽ ഉയർത്തുക. ഒന്ന്, യേശുവിനെ സ്വന്തമാക്കുക, യേശു സ്വന്തമാവുക എന്നത് അവനായിരിക്കുന്ന ഇടത്തിൽ അവനെ കണ്ടെത്തിക്കൊണ്ടാകണം. ദേവാലയബന്ധിയായ ഒരു ജീവിതം, ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അതാണ് ക്രിസ്ത്യാനിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. അവനെ തേടി നാം അലയേണ്ടത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിലല്ല, ബന്ധുമിത്രാദികളുടെ ഇടയിലല്ല. യേശുവിനെ തേടി നാം പോകേണ്ടത് അവനായിരിക്കുന്ന ഇടത്താണ്, ദേവാലയത്തിലാണ്. ദേവാലയത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച്, ദേവാലയത്തിൽ വാഴുന്ന ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ താളമായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ ഇടവക ദേവാലയങ്ങൾക്കുള്ള പ്രസക്തി ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണമെന്നതാണല്ലോ തിരുസഭയുടെ ഒന്നാമത്തെ കൽപ്പന. ഒരു കാലഘട്ടത്തിൽ ഇടവക ദേവാലയങ്ങളൊക്കെ തുലോം കുറവായിരുന്നൊരു കാലഘട്ടം. ഇന്നത്തെ പോലെ ആധുനിക യാത്രാ സൗകര്യങ്ങളും സാങ്കേതികമായ സാഹചര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 10-60 വയസ്സിന് മുകളിൽ പ്രായമുള്ള നമ്മുടെ കാർന്നവന്മാരുമായിട്ട് സംസാരിച്ചാൽ അവർ നമ്മളോട് പറഞ്ഞു തരും. ചൂട്ടും കത്തിച്ചുകൊണ്ട് കൊച്ചുകുളപ്പാങ്കാലത്ത് വീട്ടിൽ നിന്നിറങ്ങി ഒരുപക്ഷെ പുഴയും തോടും ഒക്കെ നീന്തിക്കടന്ന് വനാന്തരങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇടവക ദേവാലയങ്ങളിലേക്ക് പോയതിൻ്റെ കഥ. നാട്ടിലുള്ളവർക്കും പറയാനുണ്ടാകും. ഏറ്റവും കുറഞ്ഞത് വനാന്തരം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ തോടും പുഴയും ഒക്കെ നീന്തിക്കടന്ന് ദേവാലയത്തിൽ പോയ അനുഭവങ്ങളുടെ കഥ. അന്നൊരു പക്ഷേ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ വലിയൊരു ഏരിയയിലൊക്കെ ഒരു പള്ളിയെ ഉണ്ടാകും. ആൾക്കാർ താമസിക്കുന്നത് മുഴുവൻ വെള്ളമുള്ള, സൗകര്യമുള്ള, ഫലപുഷ്ടമായ മണ്ണുള്ള ഇടങ്ങളിലൊക്കെയാണ്. അവർ പലരും ദേവാലയത്തിൽ എത്തുന്നത് വളരെ അവിചാരിതമായിട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ ദൈവജനം ദേവാലയത്തിൽ എത്താൻ വേണ്ടിയിട്ട് തിരുസഭ നൽകിയ കൽപ്പനയാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും. ഇന്ന് വളരെ സൗകര്യപൂർവ്വം നമ്മൾ വിസ്മരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഉപേക്ഷയാലുള്ള പാപം എന്ന ഗണത്തിൽപ്പെടുത്തേണ്ട ഒരു മേഖല ഇവിടെ തുറന്നു കിടപ്പുണ്ട്. ഇന്ന് നമുക്ക് എല്ലാ ഭവനങ്ങളിലും യാത്രാ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ഇടവക ദേവാലയങ്ങളൊക്കെ 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. ഇടവക ദേവാലയങ്ങളില്ലാത്തടുത്ത് സന്യാസ ആശ്രമങ്ങൾ ഉണ്ട്. അവിടെയൊക്കെ കുർബാന നടക്കുന്നുണ്ട്. സൗകര്യപൂർവ്വം കിടന്ന് ഉറങ്ങി പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യം നമുക്കിന്നുണ്ട് എന്നത് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്.
രാത്രിയുടെ നിശബ്ദയാമങ്ങൾ വരെ മൊബൈൽ ഫോണിൽ സമയം ചെലവഴിക്കുന്ന ജെൻസി കുട്ടികളെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇന്ന് പലരും സൗകര്യപൂർവ്വം ഒഴിവാക്കുകയാണ് ദേവാലയത്തിലേക്കുള്ള യാത്ര. ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിരുന്ന് മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ യുവജനങ്ങളിലേറെ പേരും ഇന്ന് സമയം ചിലവഴിക്കുന്നത് എന്നത് വേദനയോടെ നാം തിരിച്ചറിയേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. ഈ യുവജനങ്ങളും ഇടവക ജനവും ഒക്കെ മനസ്സിലാക്കുക, നിനക്കാവതുണ്ട് എങ്കിൽ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നീ പങ്കെടുക്കണം. കുർബാന മുടങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുണ്ട്, റബ്ബർ വെട്ടാൻ പോകാനുണ്ട്, മറ്റ് തിരക്കുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അത് ഒരു ന്യായീകരണമൊന്നുമല്ല. വേണമെങ്കിൽ പള്ളിയിൽ പോയിട്ട് എത്രയോ കുടുംബങ്ങൾ അങ്ങനെയുണ്ട്, നമ്മുടെ എല്ലാ ഇടവകകളിലുമുണ്ട്. വീട്ടിലെ കാരണവന്മാർ ഒരുമിച്ച് പള്ളിയിൽ വന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നു. കൊച്ചു കുർബാനകാലത്ത് എഴുന്നേറ്റ് അടുക്കളപ്പണിയൊക്കെ തീർത്തിട്ട് പള്ളിയിൽ വന്ന് തിരിച്ചു ചെന്നിട്ട് മക്കളെ പറഞ്ഞു വിടുന്ന സാഹചര്യങ്ങൾ. കോട്ടയത്തിനടുത്ത് നേറിക്കാട് ഇടവകയിൽ ഞാൻ വികാരിയായിരുന്ന കാലം ഞാൻ ഓർക്കുകയാണ്. ഇന്നും കൗതുകത്തോടെ കാണേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ആ ഇടവകയും വീടുകളും അടുത്തടുത്തൊക്കെയാണ്. എല്ലാ വീട്ടുകാർക്കും പള്ളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് യാത്രയുള്ളൂ. അവിടെ കാണുന്നൊരു യാഥാർത്ഥ്യം, ഞായറാഴ്ച പള്ളിയിൽ വരുന്ന ജനവും ഇടദിവസം പള്ളിയിൽ വരുന്ന ജനവും തമ്മിൽ കൂടിയാൽ ഒരു 10% കൂടുതൽ മാറ്റമില്ല. ആ ഇടവകയിലെല്ലാ ജനവും ദേവാലയത്തിൽ വരാൻ വേണ്ടിയിട്ട് താല്പര്യമെടുക്കുന്നു. ഇന്ന് വാഹനങ്ങളുടെ സൗകര്യമുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ദേവാലയങ്ങളും ഇങ്ങനെയൊക്കെയാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ആരാണ് നമ്മുടെ ഇടവകയിലുള്ളത്? എല്ലാവർക്കും എത്താം. പക്ഷെ ബോധപൂർവം ഞായറാഴ്ചകൾ മതി എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്നു. പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരുന്ന യേശുനാഥൻ വേദശാസ്ത്രികളുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി കൊടുത്ത് കൂടെ ഇരുന്നപ്പോൾ നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, വചനത്തിലുള്ള അവഗാഹം യേശുനാഥൻ നേടിയത് ഒരുപക്ഷെ ദൈവികമായ ഒരു വെളിപ്പെടുത്തൽ കൊണ്ടാകാം. ഈ കാലഘട്ടത്തിലും തമ്പുരാൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ച പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വചനം അറിയാനും വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള കൃപ തമ്പുരാൻ നമുക്കെല്ലാവർക്കും തരും. ആത്മാർത്ഥതയോടെ അവനോടൊന്ന് ചേർന്നിരുന്നാൽ മതി. വചനം വായിക്കാനും പഠിക്കുവാനും. ഇന്ന് സഭയെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒരു ആവറേജ് ക്രിസ്ത്യാനി കണ്ണും മിഴിച്ച് നിൽക്കുക. പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവന് സാധിക്കുന്നില്ല. ഇടവകയിൽ പോയി അച്ഛനോട് ചോദിക്കാനൊക്കെയാണ് പറയുന്നത്. നമുക്ക് പലതിനും ഉത്തരങ്ങളില്ല പ്രിയപ്പെട്ടവരെ. നമ്മളുടെ പ്രയോറിറ്റികളിൽ ദൈവവും ദേവാലയവും ഒന്നും ഇല്ലാതെ പോകുന്നു എന്നതാണ് ദുര്യോഗം. നമുക്കേറെ ഗൗരവത്തോടെ ഈ തിരുവചനത്തിൻ്റെ പൊരുൾ ഒന്ന് മനസ്സിലാക്കാം. കർത്താവിൻ്റെ മാതാപിതാക്കൾ, യേശുപിതാവും മാതാവും അവനെ തേടി ദേവാലയത്തിലെത്തിയതുപോലെ നമുക്ക് അവനെ തേടി ദേവാലയങ്ങളിലേക്ക് പോകാം. ആ ദേവാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ മകനെക്കുറിച്ച് അവസാനം ഒരു പരാമർശമുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കളുടെ ഓടുള്ള അനുസരണത്തിലും വളർന്നു വന്നു. ദേവാലയ ബന്ധിയായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ മാത്രമേ ഇങ്ങനെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരെയും കൂട്ടി ദേവാലയങ്ങളിലേക്ക് വരിക, അവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ബലിയിൽ പങ്കെടുക്കുക, എന്നിട്ട് തിരിച്ചു ചെന്ന് നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൻ്റെ അധ്യായങ്ങളിലേക്ക്, പന്ഥാവിലേക്ക് ഇറങ്ങുക. അതിനുള്ള കൃപ ഈശോ തരട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും